ശിരോവസ്ത്രം നിരോധിച്ച പള്ളുരുത്തി സെന്റ് റീതാസ് സ്കൂൾ PTA പ്രസിഡന്റ് വിദ്വേഷ പ്രചാരണം നടത്തിയെന്ന പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലീസിന് കൈമാറി. കുട്ടിക്ക് താൽപര്യമുള്ള സ്കൂളിൽ പ്രവേശനം വാങ്ങി നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ഇടതുപക്ഷം ഭരിക്കുമ്പോഴാണ് ശിരോവസ്ത്രത്തിന്റെ പേരിൽ വിദ്യാർത്ഥിക്ക് പഠനം നിർത്തേണ്ടി വന്നതെന്ന് PK കുഞ്ഞാലിക്കുട്ടി ആരോപിച്ചു. ഹിജാബ് ധരിച്ച് പഠനം അനുവദിക്കാൻ നിർദ്ദേശിച്ച സർക്കാർ ഉത്തരവ് സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ച ഹൈക്കോടതി കേസ് ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കും. ശിരോവസ്ത്രവിലക്ക് വിവാദമായപ്പോൾ PTA പ്രസിഡന്റ് ജോഷി കൈതവളപ്പിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വിദ്വേഷ പ്രചാരണം നടത്തിയെന്നാണ് ആരോപണം. കാസടക്കമുള്ള തീവ്ര ക്രൈസ്തവ സംഘടനകളുടെ വിദ്വേഷം നിറഞ്ഞ പോസ്റ്റുകൾ ജോഷി പ്രചരിപ്പിച്ചിരുന്നു. ജോഷിക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് PTA ഭാരവാഹി ജമീർ പള്ളുരുത്തിയാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. പരാതിയിൽ തുടർ നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പള്ളുരുത്തി പോലീസിന് നിർദ്ദേശം നൽകി. കുട്ടിക്ക് താൽപര്യമുള്ള സ്കൂളിൽ പഠന സൗകര്യം ഒരുക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ആ കുട്ടിക്ക് താല്പര്യമുണ്ടെങ്കിൽ കുട്ടി ഗവൺമെന്റിനെ സമീപിച്ചാൽ ആ കുട്ടിക്ക് കേരളത്തിലെ ഏത് സ്കൂളിൽ വേണമെങ്കിലും പ്രത്യേക ഉത്തരവ് കൊടുത്ത് അഡ്മിഷൻ വാങ്ങിക്കൊടുക്കുന്നതാണ്. സംഭവത്തിൽ സർക്കാരിനെ കുറ്റപ്പെടുത്തി മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി രംഗത്തെത്തി. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഇങ്ങനൊരു അസഹിഷ്ണുതയുടെ ഒരു വലിയ ഉദാഹരണം ഉണ്ടായത് കേരളത്തിൽ തന്നെ വളരെ അപമാനകരമായിപ്പോയി. ശിരോവസ്ത്രമണിഞ്ഞ് തന്നെ പഠനം തുടരാൻ വിദ്യാർത്ഥിയെ അനുവദിക്കണമെന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ് സ്റ്റേ ചെയ്യാൻ ഇന്നലെ ഹൈക്കോടതി വിസമ്മതിച്ചിരുന്നു. കേസ് ചൊവ്വാഴ്ച വീണ്ടും കോടതി പരിഗണിക്കും. മീഡിയ 1 കൊച്ചി.